ജീവിതത്തിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നിനും ഒരു നിയന്ത്രണമില്ല. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു. ഇതൊരു റൊട്ടീനായി നമ്മൾ പോലും അറിയാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ്. ജീവിതത്തിൽ നിയന്ത്രണമില്ലാത്ത, ഒരെത്തും പിടിയുമില്ലാത്ത, ഒരു കൺട്രോളും ഇല്ലാത്ത അവസ്ഥ വരുന്നതിന് 5 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ സ്വാധീനിക്കുന്നത്. ആ 5 കാര്യങ്ങളും ജീവിതത്തിന് ഒരു കൺട്രോൾ വരുന്നതിനും ഒരു ഉന്മേഷം വരുന്നതിനും നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതിനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. ജീവിതത്തിൽ ഒരു പിടിപ്പ് കേടായി ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഒരു കൺട്രോളും ഇല്ലാത്തതിൻ്റെ യഥാർത്ഥ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്തിനാണ് നാം ജീവിക്കുന്നത്, എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്തിനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത് എന്ന ഒരു ധാരണയുമില്ലാതെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ, എന്താണ് ഞാൻ നേടിയെടുക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു കൃത്യമായ ഒരു ധാരണയുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള കൺട്രോളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. രണ്ടാമത്തെ പ്രശ്നം, പണത്തിന്മേലും സമയത്തിന്മേലും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരവസ്ഥ. എത്രയോ ക്യാഷ് വരുന്നു, എന്തൊക്കെയോ നമുക്ക് കിട്ടുന്നു, എന്തൊക്കെയോ നാം ചിലവഴിക്കുന്നു. മാസത്തിൽ എത്ര കിട്ടുന്നു എന്നോ എത്ര ചിലവാക്കുന്നു എന്നോ എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നോ യാതൊരു ധാരണയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കും ജീവിതത്തിൽ യാതൊരു കൺട്രോളും ഉണ്ടാകില്ല. അതുപോലെ തന്നെ സമയത്തെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കാതെ, സമയം നാം എന്ത് ചെയ്തിട്ടാണ് നമ്മുടെ സമയം കളഞ്ഞത്, പോയത്, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇത്ര പെട്ടെന്ന് സമയം തീർന്നു പോയത് എന്ന ഒരു ധാരണയോ ഒരു കൺട്രോളോ ഇല്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഒരു കൺട്രോളും ഉണ്ടാകില്ല. നമുക്കറിയാം, സമയവും പണവും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ന്യൂമറിക്കലായിട്ടുള്ള കാര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള എണ്ണം പിടിക്കാനും അതിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനും കഴിയുന്ന ഒന്നാണ്. പക്ഷെ അതിൽ പോലും നമുക്ക് നിയന്ത്രണമില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണാൻ കഴിയാത്ത കാര്യങ്ങളിൽ തീരെ നിയന്ത്രണം ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒന്നാണ് സമയത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ യാതൊരു കാൽക്കുലേഷനും ഇല്ലാതെ, യാതൊരു കണക്കുമില്ലാതെ മുന്നോട്ട് പോകുക എന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് നല്ല ബന്ധങ്ങളെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് നമുക്കറിയാതിരിക്കുക. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് മാനേജ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം എന്നൊക്കെ കഴിഞ്ഞ് അത് നമ്മൾ പിന്നീട് മാനേജ് ചെയ്യാത്തത് കാരണം ആ ബന്ധം ഇല്ലാതെ പോവുകയും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകളുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്ക് നഷ്ടപ്പെടുകയും അവർ മുഖേന നമുക്ക് ജീവിതത്തിൽ മെച്ചപ്പെടുത്താനും മാറ്റം വരുത്താനും സാധിക്കുമായിരുന്നു. പക്ഷേ അത് എങ്ങനെ മാനേജ് ചെയ്യണം അറിയാത്തതിൻ്റെ പേരിൽ നമുക്കതിനുള്ള ഒരു സാധ്യതയും ഉണ്ടായില്ല. ബന്ധങ്ങളൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നല്ല ബന്ധങ്ങൾ വന്നു പോയിട്ടുണ്ട്. അവയെ മാനേജ് ചെയ്യാത്തത് കൊണ്ട്, അവരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോവാത്തത് കൊണ്ട് നമുക്കതെല്ലാം നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ബന്ധങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത, മാനേജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്കും ജീവിതം ഒരു കട്ടപ്പുകയായി മുന്നോട്ട് പോകും. അതുപോലെ നാലാമത്തേതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള പേടി. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം തീരുമാനങ്ങൾ ധൈര്യപൂർവ്വം എടുക്കണം. അതിന് ഒരു പക്ഷേ പരാജയങ്ങൾ ഉണ്ടാകാം, ഭവിഷ്യത്തുകൾ ഉണ്ടാകാം. അതിൻ്റെ പരാജയവും അതിൻ്റെ കുറ്റങ്ങളും അതിൻ്റെ തെറ്റുകളും ഒക്കെ മാനേജ് ചെയ്തു പോകാനും അതിനെ സ്വീകരിക്കാനും അതിനെ മറികടക്കാനുമുള്ള ഒരു കഴിവുണ്ടാക്കിയെടുത്തുകൊണ്ട് കൃത്യമായ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. നാമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥൻ, ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മളാണ് ഈ നമ്മുടെ ജീവിതം ഇന്ന ദിശയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനമെടുക്കാൻ പേടിയുള്ള ആളുകൾക്കും ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ല. അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം സംഭവിച്ചാൽ, ഒരു തെറ്റു പറ്റിയാൽ, അല്ല എങ്കിൽ ഒരു അബദ്ധം പറ്റിയാൽ, അതൊക്കെ മറ്റുള്ളവരിൽ ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ പറയും. എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റം പറയുക, എല്ലാ വിഷയങ്ങൾക്കും മറ്റു സാഹചര്യങ്ങളെ കുറ്റം പറയുക. നമ്മളൊരു വഴിക്ക് പോയി സമയം വൈകി ആകെ ട്രാഫിക് ജാമിലൊക്കെ കുടുങ്ങി നമ്മൾ ഉദ്ദേശിച്ച സമയത്ത്
എത്താൻ കഴിയാതെ പോയി. ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കാറ്? അത് ട്രാഫിക് ജാം കാരണമാണ്, നമ്മൾ നേരം വൈകിയതാണ് എന്ന് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അല്ല എങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്തു, ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിൽ എനിക്ക് കൃത്യമായിട്ട് ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് നമ്മൾ കുറ്റം പറയും. എനിക്ക് ആ ഡാറ്റ ഇന്നാൾ തന്നില്ല, അല്ലെങ്കിൽ ഇന്നാൾ കൃത്യമായ വിവരം തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് ആൾ ആ സമയത്ത് വന്നില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മുടെ കുറ്റം സമ്മതിക്കാതെ മറ്റുള്ളവരിൽ കുറ്റം ചാർത്തിയെടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോളും നമുക്കുണ്ടാകില്ല. ഈ 5 കാര്യങ്ങളാണ്, അഥവാ എന്താണ് നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത് എന്ന ഒരു ധാരണയുമില്ലാത്ത ഒരവസ്ഥ, പണത്തിന്മേലും സമയത്തിന്മേലും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരവസ്ഥ, ബന്ധങ്ങളെ കൃത്യമായി മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം, ഒരു തീരുമാനമെടുക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം, എല്ലാ കുറ്റങ്ങളുടെയും എല്ലാ അബദ്ധങ്ങളുടെയും കാരണം മറ്റുള്ളവരിലോ മറ്റു സാഹചര്യങ്ങളിലോ മറ്റു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലോ ആരോപിക്കാനുള്ള ഒരു സ്വഭാവം. ഇതൊക്കെ ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ യാതൊരു കൺട്രോളും ഇല്ലാതെ ജീവിതം പോണ വഴിയേ നമ്മളും സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകുന്നത്. ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അറിവുണ്ടായിരിക്കണം, എന്താണ് എനിക്ക് ആവേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത് എന്നത്. ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും സ്പിരിച്വലായിട്ടും ഒക്കെ എനിക്ക് എന്താണ് എൻ്റെ ലക്ഷ്യം, ആ മേഖലയിൽ ഞാൻ ഏതറ്റം വരെ പോകണം, എന്താണ് എനിക്ക് വേണ്ടത് എന്ന ഒരു ധാരണ നാം സൃഷ്ടിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ നമ്മുടെ കൈകളിൽ നിൽക്കും. അതുപോലെ പണത്തെയും സമയത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന, നമ്മൾ അറിഞ്ഞുകൊണ്ട് പണം സ്വീകരിക്കുകയും അറിഞ്ഞുകൊണ്ട് പണത്തെ നാം ചിലവഴിക്കുകയും ചെയ്യുക. നമുക്കെത്ര വരുമാനമുണ്ട്, നമുക്കെത്ര ചിലവുണ്ട് എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാകുക. അതിനുവേണ്ടി നമ്മളൊരു ഫിനാൻഷ്യൽ ബുക്ക് കീപ്പ് ചെയ്യുക. എനിക്ക് ഇത്ര രൂപ കിട്ടി, എനിക്ക് ഇന്ന ചിലവുകൾ ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കൺട്രോൾ, നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ സ്വീകരിക്കാനുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണിത്. അതുപോലെ ഒരു ടു ഡു ലിസ്റ്റ്, എന്താണ് എനിക്കിന്ന് ചെയ്യാനുള്ളത്, ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ ഞാൻ ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ പണം വരുന്ന വഴിയും എത്ര പണം വന്നു എന്നും ഏതൊക്കെ മേഖലയിലേക്കാണ് അത് ചിലവായി പോയത് എന്നും അറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു അക്കൗണ്ട് ബുക്ക്, ഡയറി അക്കൗണ്ട് ബുക്ക് സൂക്ഷിക്കുകയും എനിക്കിന്ന് എന്തെല്ലാം ചെയ്യാനുണ്ട്, അത് എപ്പോഴെല്ലാം ചെയ്യണം, ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യണമെന്ന് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു ടു ഡു ലിസ്റ്റും നാം തയ്യാറാക്കിയാൽ അനാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമയം കളയുന്നത്, എത്ര സമയം സിനിമ കാണാൻ നാം ജീവിതത്തിൽ സമയം ചിലവാക്കി, എത്ര സമയം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള റീൽസുകൾക്ക് നാം സമയം ചെലവാക്കി. അതുപോലെ ജീവിതത്തിൽ ഒരു മെച്ചവുമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾക്ക് നാം സമയങ്ങൾ ചെലവഴിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നാം നമ്മുടെ സമയം ചിലവഴിക്കുന്നതിൻ്റെ ഒരു കണക്ക് പുസ്തകം, ഒരു ഷെഡ്യൂൾ ബുക്ക്, ഒരു ടു ഡു ലിസ്റ്റ് നാം നമ്മുടെ കൂടെ കൂട്ടണം. അതുപോലെ നാം സ്വീകരിക്കേണ്ട മറ്റൊരു സാഹചര്യം, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ നാട്ടുകാരോടും ഒക്കെ ആവശ്യമുള്ള ഘട്ടത്തിൽ ആസ്ക് ടു ഹെൽപ്പ്, ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മൾ സഹായം ചോദിക്കാൻ യാതൊരു മടിയും കരുതേണ്ടതില്ല. കാരണം എല്ലാം തികഞ്ഞവരായി ഈ ലോകത്തിലെ ഓരോരോ ആളുകൾക്ക് ഓരോരോ തരത്തിലുള്ള വിഭവങ്ങളും മറ്റുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നാം സഹായം ചോദിക്കുകയും അതുപോലെ തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടതും. മറ്റാരെങ്കിലും സഹായം ചോദിക്കുകയോ സഹായം ആവശ്യമുള്ള അവസ്ഥയിൽ എത്തിപ്പെടുകയോ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുകയും നമുക്ക് സഹായം ആവശ്യമുള്ള സമയങ്ങളിൽ ബന്ധുക്കളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള സഹായം ചോദിക്കാനും നാം മടിക്കാതിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റം വരുത്താനും മെച്ചപ്പെടുത്താനും അതിനെ നമ്മുടെ കൺട്രോളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നാം സ്വപ്നം കാണുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. അതോടൊപ്പം നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു സംഭവം ഉണ്ടായി, അതിൽ എൻ്റെ റോള് എന്താണ്? ഒരു സാഹചര്യം ഉണ്ടായി, ആ സാഹചര്യത്തിൽ എൻ്റെ റോൾ എന്താണ്? ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിൽ എൻ്റെ റോൾ എന്താണ്? ഉദാഹരണത്തിന് ഞാൻ എക്സാമിൽ തോറ്റു. എന്തുകൊണ്ട് തോറ്റു?
അതിൽ എൻ്റെ പങ്കെന്താണ്? ഞാനൊരു ജോലി സ്ഥലത്തേക്ക് പോയി, ജോലിയില്ലാത്ത അവസ്ഥയാണ്. ആ ജോലിയില്ലാത്ത അവസ്ഥക്ക് എന്തെങ്കിലും രീതിയിൽ ഞാൻ കാരണക്കാരനായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുക. സമയം നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക് ബ്ലോക്കും മറ്റുള്ള കാര്യം കൊണ്ടും നാം എത്തേണ്ട സ്ഥലത്ത് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല, നമുക്കൊരു നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം സംഭവിക്കാൻ, ആ സമയം വൈകാൻ, ട്രാഫിക് ജാമിൽ കുടുങ്ങാൻ, അവിടെ നമ്മുടെ സമയം നഷ്ടപ്പെടാൻ ഞാൻ എന്തെങ്കിലും രീതിയിലുള്ള കാരണമായിട്ടുണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം ആ സംഭവത്തിൽ ഞാൻ എന്തെങ്കിലും പിഴച്ചിട്ടുണ്ടോ, എൻ്റെ ഒരു പിഴവ് ആ ഒരു സംഭവത്തിന് കാരണമായിട്ടുണ്ടോ എന്ന രീതിയിൽ നാം ചിന്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്ത് വേണം നമുക്ക് എന്ന് തീരുമാനിക്കുകയും പണത്തെയും സമയത്തെയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആളുകളിൽ നിന്ന് സഹായം തേടാൻ നാം ശ്രമിക്കുകയും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എനിക്കെന്താണ് റോള്, എൻ്റെ എന്തു പങ്കാളിത്തമാണ് ആ സംഭവത്തിനുണ്ടായത്, ഏതെങ്കിലും തരത്തിൽ ഞാൻ കാരണമായിട്ടുണ്ടോ എന്ന രീതിയിൽ നാം ആലോചിക്കുകയും ചെയ്താൽ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കൈകളിലെത്തും. ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മളിലായാൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും, ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും, ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.